നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട്. മന്ത്രി പി രാജീവ് അടക്കമുള്ള 4 സംഘത്തിന് അമേരിക്കൻ സന്ദർശനത്തിന് അനുമതി നിഷേധിച്ച് കേന്ദ്ര സർക്കാർ. ഈ മാസം 28 മുതൽ ഏപ്രിൽ 1 വരെയുള്ള യാത്രക്കാണ് അനുമതി നിഷേധിച്ചത്. ലബനാനിലുള്ള വ്യവസായ മന്ത്രി നേരിട്ട് അമേരിക്കയിലേക്ക് പോകാനാണ് അനുമതി തേടിയത്. എന്നാൽ കാരണം അറിയിച്ചിരുന്നില്ല. പരിപാടി മന്ത്രിതലത്തിലുള്ളവർ പങ്കെടുക്കേണ്ടതില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം നിലപാടെടുത്തതായാണ് വിവരം. വയനാട്ടിലെ ദുരന്ത സമയത്ത് കേരളത്തിലേക്ക് ആവശ്യമായ സഹായം കേന്ദ്രം നൽകിയില്ലെന്ന് അമിത് ഷാ. പല ഘട്ടങ്ങളിലായി കേന്ദ്രം സംസ്ഥാനത്തിന് നൽകിയ സാമ്പത്തിക സഹായത്തിൻ്റെ കണക്ക് അവതരിപ്പിച്ചാണ് മന്ത്രിയുടെ വിശദീകരണം. ദേശീയ ദുരന്ത നിവാരണ ബില്ലിലെ ചർച്ചയ്ക്കിടെ പാർലമെന്റിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. സർക്കാർ ജീവനക്കാർ ലഹരിക്കെതിരെ മനുഷ്യമതിയിൽ പണിയേണ്ടത് സെക്രട്ടേറിയറ്റ് പടിക്കലല്ല, മറിച്ച് ക്ലിഫ് ഹൗസിലെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇവരുടെ വേരൊറുക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രിയുടെ പരാജയമാണ്. വെറും 24 മണിക്കൂർ കൊണ്ട് ഇതിന് അന്ത്യം കുറിക്കാൻ സാധിക്കും. ഇത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ ചെയ്യാൻ കഴിയാത്തത് ഭരണപരാജയമാണെന്നും ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. സസ്പെൻഷൻ പിൻവലിച്ചതിന് പിന്നാലെ SP സുജിത് ദാസിന് പുതിയ നിയമനം. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ SP ആയാണ് അദ്ദേഹത്തെ നിയമിച്ചത്. ADGP MR അജിത് കുമാറിനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും ഫോണിലൂടെ വിമർശിച്ചതിന് സസ്പെൻഷനിലായ അദ്ദേഹത്തെ അന്വേഷണം തീരുന്നതിന് മുമ്പാണ് തിരിച്ചെടുത്തത്. പൊതുസ്ഥലങ്ങളിലെ പ്രചാരണ ബോർഡുകൾക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയ വിലക്ക് മറികടക്കാൻ ചട്ടഭേദഗതിക്ക് ഒരുങ്ങി സർക്കാർ. നിയമവിധേയമായ സാമഗ്രികൾ ഉപയോഗിച്ച് ഹൈക്കോടതി വിധിയുടെ അന്തസത്ത കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ബോർഡുകൾ വെക്കാൻ നിയമ ഭേദഗതി പരിഗണനയിലാണെന്ന് മന്ത്രി MP രാജേഷ് നിയമസഭയിൽ പറഞ്ഞു. സ്വകാര്യ സർവകലാശാല ബില്ല് നിയമസഭ പാസാക്കി. സർക്കാർ നിയന്ത്രണം സർവകലാശാലകളിൽ ഉറപ്പാക്കുമെന്നും ഇടതു സർക്കാരിൻ്റെ പുതുകാൽവയ്പാണിതെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു പറഞ്ഞു. സ്വകാര്യ സർവകലാശാലകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കച്ചവടത്തിന് ഇടയാക്കുമെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. എങ്കിലും ബില്ലിനെ തത്വത്തിൽ എതിർക്കുന്നില്ലെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ആശാ വർക്കർമാരുടെ സമരത്തിനെതിരായ ആരോപണങ്ങൾക്ക് മറുപടിയുമായി SUCI. സമരത്തിൽ SUCIയുടെ ഇടപെടലുണ്ടെന്ന ആരോപണങ്ങൾക്കാണ് വാർത്താസമ്മേളനത്തിൽ മറുപടി നൽകിയത്. ജനകീയ സമരങ്ങളിൽ SUCI ഇടപെടുന്നത് സങ്കുചിത താൽപ്പര്യം വെച്ചല്ലെന്ന് SUCI സംസ്ഥാന സെക്രട്ടറി ജെയ്സൺ ജോസഫ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കനാലിലെ വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് KSEB. പാലക്കാട് വണ്ടിത്താവളത്ത് 100 വീടുകളിലേക്ക് ആവശ്യമായ വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിൽ ഇത്തരത്തിൽ കനാലിൽ ജലചക്രം സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ആദ്യമായാണ്. വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ സ്വന്തം മണ്ഡലമായ ചിറ്റൂരിലെ പട്ടാഞ്ചേരി പഞ്ചായത്തിലാണ് ഈ പദ്ധതി KSEB നടപ്പിലാക്കുന്നത്.